ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദി ആര് എന്നുള്ളതിനെക്കുറിച്ച് വലിയ വലിയ വാർത്തകളാണ് ഈ ചാനലുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളിലൊക്കെ ഇത് വർദ്ധിക്കുന്നതിൻ്റെ കാരണം പിണറായി സഖാവായും രാഷ്ട്രീയ നേതാക്കളായും പോലീസിൻ്റെ കെടുകാര്യസ്ഥതയായും ഒക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പറയാതെ നിർവാഹമില്ല. ഈ മലയാളം ചാനലുകളും അതിനകത്തെ സംപ്രേഷണ രീതിയുടെ ശൈലിയും ഒക്കെയും ഇതിനൊരു പ്രധാന ഘടകമാണെന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 3-4 പേരെ ഒരുത്തൻ വെട്ടിക്കൊന്നു. അവൻ്റെ പേര് അഫാൻ. അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, പോലീസ് കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഒരു ദിവസം എല്ലാ ചാനലിലും 5 വാർത്തയെങ്കിലും അവൻ്റെ വാർത്തകളാണ്. അവനെ അവിടെ കൊണ്ടുപോയി, അവനെ ഇവിടെ കൊണ്ടുപോയി, അവൻ്റെ വാപ്പ നോക്കി നിന്നപ്പം യവൻ കരഞ്ഞു, യവൻ കരഞ്ഞപ്പോൾ അവൻ്റെ വാപ്പ കരഞ്ഞു, പിന്നെ ഇവർ 2 പേരും കരഞ്ഞപ്പോൾ ഉമ്മ കരഞ്ഞു, പിന്നെ അവന് പൊറോട്ട ഇറച്ചിയും വേണം, അവന് കോട്ടൺ ഉടുപ്പ് വേണം, ട്രൗസർ വേണം, നിക്കർ വേണം. ഇതിൻ്റെ വാർത്തകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാമൂഹ്യ വിരുദ്ധനെ, ഒരു കുറ്റവാളിയെ, ഒരു ക്രിമിനലിനെ ഇത്രമേൽ തുടർച്ചയായി ആഘോഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കാണാനിരിക്കുന്ന കുറച്ച് ആളുകളെ, അവർ കാണാനിരിക്കുന്നവർ മാത്രമല്ല, നിങ്ങൾ കാണിച്ച് പഠിപ്പിച്ച് അടിമകളാക്കുന്നവരാണ്. അവരെ മുന്നിലേക്ക് ഇത് ദൈനംദിനം വിളമ്പി വെച്ചു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഇതുകൂടാതെ പിന്നുള്ളത് ബാലയും പെണ്ണുമ്പിള്ളയും തമ്മിലുള്ള വഴക്കാണ്. ബാല അങ്ങനെ പറഞ്ഞു, പെണ്ണുമ്പിള്ള ഇങ്ങനെ പറഞ്ഞു, എലിസബത്ത് അങ്ങനെ പറഞ്ഞു, കോകില അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ പോലും എവനെ കയറ്റി സ്പേസ് എക്സിൽ എങ്ങോട്ടങ്ങനെ ശൂന്യാകാശത്തേക്ക് അയക്കണം എന്ന തരത്തിലാണ്. അത് തന്നെ എത്ര ദിവസമാണ്? ഈ സമൂഹത്തിന് എന്ത് സന്ദേശമുണ്ടതിൽ? എന്തിനാണിത് ആഘോഷിക്കുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? അതോ രാജ്യത്തെ ഏതെങ്കിലും പ്രമുഖനോ പ്രബലനോ വല്ലതുമാണോ? അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടു നടന്ന് ആവശ്യം പോലെ വീഡിയോകളെടുത്ത് അതൊക്കെ വാർത്തകളാക്കി വാപ്പ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ മോനെ കാറി കൊണ്ടുപോയി. ഒരു വലിയ വാർത്തയല്ലയോ? അപ്പോൾ വാപ്പായും നോക്കി മോനും നോക്കി. ഇതാണൊരു വാർത്ത. എന്നിട്ട് അതിൻ്റെ താഴേക്ക് അല്പം ഇത് എഴുതിയിട്ട് പിന്നെ പഴയ സംഭവം മുഴുവൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുകൂടെ അങ്ങോട്ട് പറ്റിച്ചു കൊടുക്കും. പിന്നെ പഴയ കുറേ ഷോട്ടുകൾ കാണിക്കും. കഷ്ടമാണ്. നിങ്ങൾ ഈ സിനിമയെയും നാടിനെയും ഒക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ കൂടി ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം. ഈ സംപ്രേഷണം ചെയ്യേണ്ടത് എന്താണ്? അത് എത്ര വരെ വേണം? അതെവിടം വരെ വേണം? കൊന്നു, കൊല്ലപ്പെട്ട വാർത്ത കൊടുത്തു, അത് കഴിഞ്ഞില്ലേ? വീണ്ടും 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 ഇത് ആവർത്തിക്കുമ്പോൾ, ഒരു ദിവസം കാണാതിരിക്കുന്നവൻ്റെ മുന്നിലേക്ക് വീണ്ടും ഇത് വിഭവസമൃദ്ധമായി എത്തിക്കുമ്പോൾ, അങ്ങനെയൊന്നും ചിന്തിക്കാത്തവൻ്റെ മനസ്സിൽ പോലും ഈ ചിന്ത സൃഷ്ടിക്കുന്നതിനും മനുഷ്യൻ്റെ മനസ്സമാധാനം കളയുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിങ്ങളും പരിശ്രമിക്കുകയല്ലേ? കഷ്ടമാണ്.